ആ ഫേമിൻ്റെ ഫലം എന്നുള്ള നിലക്കുള്ള പലിശയുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാകും. ഇത് നേർക്ക് നേരെ ഒരു പലിശ കമ്പനിക്ക് കണക്കെഴുതുന്നത് പോലെയല്ല. പൂർണ്ണമായും ഇസ്ലാമീകരിക്കപ്പെട്ട, പൂർണ്ണമായും ഇസ്ലാമികമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിക്ക് പോലും, ഒരു ബിസിനസ് ഫേമിന് പോലും ഇന്ത്യയുടെ സാഹചര്യത്തിൽ ബാങ്കുമായി ഡീലിംഗ് നടത്താതെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം ആ ബാങ്കുമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ അയാളുടെ ബിസിനസ് കാര്യങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു പണം കൊടുക്കുന്ന കാര്യത്തിൽ വരെ ലിക്വിഡ് മണിയാണെങ്കിൽ ഇത്ര വരെ ആകാം എന്നുള്ള വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ എല്ലാ നയനിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ഫേമിൻ്റെ കണക്കെഴുതുകയാണെങ്കിൽ പോലും ഒരു ബാങ്കും കണക്കും അതിൽ സ്വാഭാവികമായും കടന്നു വരും. അപ്പോൾ അത് ഒരു പലിശയുടെ ഗുണഭോക്താക്കളായി നമ്മൾ മാറാതിരിക്കുകയും പലിശയുടെ ഗുണഭോക്താക്കളായി അതിൻ്റെ ബെനഫിഷ്യറീസായി നമ്മൾ മാറാതിരിക്കാൻ ഉള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത് എന്നാണ് വിഷയകമായി പ്രായോഗികവും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ ശരിയായതായി എനിക്ക് തോന്നുന്ന കാര്യം, തീർച്ചയായും നിങ്ങൾക്കിതിലും പ്രഗത്ഭമായ കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായങ്ങൾക്ക് പണ്ഡിതന്മാരെ സമീപിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തൊരു ചോദ്യം ബോയ്സിൻ്റെ ഭാഗത്ത് തന്നെ വരാം. ഗേൾസ് റെഡി ആണെങ്കിൽ ഗേൾസിന് കൊടുക്കുകയും ചെയ്യാം. എൻ്റെ പേര് റാഷിദ്, സ്ഥലം കൊല്ലത്താണ്, കുസാറ്റിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ സംശയം സക്കാത്തിനെ കുറിച്ചും വിധിവിശ്വാസത്തെക്കുറിച്ച് രണ്ട് സംശയങ്ങളാണുള്ളത്. സക്കാത്തിനെ കുറിച്ചുള്ള സംശയം, സക്കാത്ത് സദക്ക ഇത് രണ്ടും രണ്ടാണല്ലോ. സക്കാത്ത് നിർബന്ധമാണ്, സദക്ക സുന്നത്താണ്. പക്ഷേ സക്കാത്തിനെ കുറിച്ച് ഖുർആനിൽ പ്രതിപാദിക്കുന്ന ആയത്തിൽ ഖുദു മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കിഹും എന്നുള്ള എന്നാണ്, സ്വദഖത്തൻ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കണം. അതുപോലെ തന്നെ അല്ല, ഇത് ഈ സക്കാത്തിൽപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദുക്കളായ ബന്ധുക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് സ്വദക്കയാണോ സക്കാത്താണോ? ഇനി സക്കാത്താണെങ്കിൽ സക്കാത്ത് കമ്മിറ്റിയുടെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ സാധുത ഇല്ലാതാവുകയല്ലേ? സക്കാത്ത് പിരിച്ചു കൊടുക്കുന്നതിൻ്റെ സാധുത ഇല്ലാതാവുകയല്ലേ? സക്കാത്തിനെ സംബന്ധിച്ച് സദഖ എന്ന പ്രയോഗം ഖുർആനിൽ നടത്തിയത് സംബന്ധിച്ചുള്ള ഒരു സ്വാഭാവികമായ ആശയക്കുഴപ്പമാണ്. നിർബന്ധിത സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സ്വത്തിൽ നിന്ന് സദഖ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ സദഖ എന്നത് സക്കാത്തിൻ്റെ പര്യായമായിട്ടാണ് ഉപയോഗിച്ചത്. അതേസമയം ഐച്ഛികമായ സദഖയെ സംബന്ധിച്ചും സദഖ എന്ന പ്രയോഗം തന്നെയാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. സക്കാത്ത് ആർക്കാണ് നൽകേണ്ടത് എന്നതിന് 8 അവകാശികളെ കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബന്ധുക്കൾ എന്നില്ല, നമുക്ക് അറിയാം. അതേപോലെ തന്നെ എന്നാൽ പൊതുവെ നാം സദഖകൾ, ഐച്ഛികമായി നൽകേണ്ട സദഖകളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ബന്ധുക്കൾക്ക് മുൻഗണന നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വബ്ദഅ ബിമൻ തഊൽന, ബന്ധുത്വമുള്ളവരിൽ നിന്ന് ആരംഭിക്കണം. ചില ആളുകൾ സക്കാത്ത് കൊടുക്കുന്നതും ബന്ധുത്വമുള്ള സാധുക്കളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ ഒരു സംഘടിത ശേഖരണവും അതിൻ്റെ വിതരണവും നിലനിൽക്കുന്നത് പൂർണ്ണമായ ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ മാത്രമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവരുടെ സ്വത്തും ബൈത്തുൽമാലിലെത്തി, പൂർണ്ണമായി സക്കാത്തിൻ്റെ വിഹിതം ബൈത്തുൽമാലിലെത്തി, അത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഇസ്ലാമിക ഭരണകൂടം ആ ഒരു നിലവാരത്തിൽ ബൈത്തുൽമാലിൽ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന സമ്പ്രദായമുള്ളിടത്ത് മാത്രമേ നിലനിൽക്കൂ. അതല്ലാത്തടത്തോളം കാലം സംഘടിതമായ സക്കാത്ത് സംവിധാനത്തിന് അതിൻ്റെതായ നേട്ടം എത്രമാത്രം വലുതാണ് എന്ന് പറയേണ്ടതില്ല. സക്കാത്ത് ഒരു സംഘടിത പ്രവർത്തനമാണ് എന്ന് ഖുർആന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് കാണാം. അത് പരമാവധി അത്രമാത്രം അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നല്ലാതെ സക്കാത്ത് സെല്ലുകൾ നടത്തുന്ന ആർക്കും, ഇന്ന് നമ്മുടെ നാട്ടിൽ സക്കാത്ത് സെല്ലുകൾ, അതിലൂടെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ആർക്കും നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും പണം സമാഹരിക്കാവുന്ന ഒരു സംവിധാനം ഇന്ന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സക്കാത്ത് സെല്ല് അത് വളർത്താനും അത് വികസിപ്പിക്കാനും അതിൽ സഹകരിക്കാനും എല്ലാവരും മുൻഗണന നൽകുക. അതോടൊപ്പം ഒരു ഭാഗം വ്യക്തിപരമായി
ബന്ധുക്കളോ അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് സക്കാത്ത് സെല്ലിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്തവരോ ആയ സാധുക്കൾക്ക് വേണ്ടി ആ അർഹത 8 ഇനത്തിൽപ്പെട്ട ആളുകൾക്ക് വ്യക്തിപരമായി സക്കാത്ത് കൊടുത്താലും സക്കാത്ത് കൊടുത്തു എന്നത് തീർച്ചയായിട്ടും വീടും. പക്ഷേ നമുക്ക് ഒരു സംഘടിത സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കുന്നിടത്ത് സംഘടിത സക്കാത്തിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് നാം ഭാഗവാക്കാകേണ്ടത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, സ്വദക്ക എന്ന പ്രയോഗം സക്കാത്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഖുദ് മിൻ അംവാലിഹിം സ്വദക്ക. അവിടെ സക്കാത്തി എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം. രണ്ടാമത്തേത് സ്വദക്കകളെ സംബന്ധിച്ച് സ്വദക്ക എന്ന് തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. അതാണ് ബന്ധുക്കൾക്ക് മുൻഗണന നൽകിയത്. വആതിദൽ ഖുർബ ഹഖഹു എന്ന് പറയുന്നിടത്ത് സ്വദക്കയാണ് പ്രധാനം. ഇനി സക്കാത്തിന്റെ അവകാശികളിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടുമെങ്കിൽ ബന്ധു ആയതുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. ആ 8 അവകാശികളിൽ ബന്ധുക്കൾ ഉൾപ്പെടുമെങ്കിൽ അവരെയും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി സംഘടിത സക്കാത്ത് നിലനിൽക്കുന്നിടത്ത് മുഴുവൻ സക്കാത്തിന്റെ വിഹിതവും സക്കാത്ത് സെല്ലിൽ തന്നെ നൽകിയാലേ സക്കാത്ത് വീടൂ എന്ന് കരുതേണ്ടതില്ല. വ്യക്തിപരമായി നൽകിയാലും സക്കാത്തിന്റെ ബാധ്യത നിർവഹിക്കപ്പെടും. എന്നാൽ സക്കാത്തിന്റെ പ്രയോജനം അത് കൂടുതൽ ഫലപ്രാപ്തിയിലെത്തുന്നത് സംഘടിത വ്യവസ്ഥയിൽ അത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നിടത്തായതുകൊണ്ട് ആ വർദ്ധമാനമായ പുണ്യത്തിനു വേണ്ടി ആ ഒരു സിസ്റ്റത്തോട് പരമാവധി സഹകരിക്കണം എന്നാണ് ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. സക്കാത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ വന്നത്. യഥാർത്ഥത്തിൽ 2 ഘട്ടത്തിലൂടെയാണ് ഈ ഇൻട്രാക്ഷൻ പോകേണ്ടത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ക്യാമ്പസിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നേരത്തെ പലപ്പോഴും കൗൺസിലിംഗ് സെൻറ്ററിലും മറ്റുമൊക്കെ വന്ന ക്വസ്റ്റ്യൻസ്, അതിൽ ഇവിടെ ചോദിക്കാവുന്നൊരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട അത്തരം ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ വരേണ്ടത്. ഇതുപോലെയുള്ള ആധുനിക പ്രശ്നങ്ങളോ അല്ലാത്തതോ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് വരുത്താവുന്നതാണ്, വരേണ്ടതുമാണ്. അതുകൊണ്ട് ആ ഒരു നിലക്ക് ചോദ്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇനിയുള്ള അവസരം പെൺകുട്ടികൾക്കാണ്. ഇവിടെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീമും ശംസുദ്ദീൻ പാലത്തും അവതരിപ്പിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് ആദ്യം വരേണ്ടത്. അസ്സലാമു അലൈക്കും. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഉള്ള യൂണിഫോം അല്ല സെക്കൻഡ് ഇയർ ആയപ്പോൾ ഉള്ളത്. ഫസ്റ്റ് ഇയർ വരുമ്പം ചുരിദാറും സാധാ ഒരു വേഷമായിരുന്നു. സെക്കൻഡ് ഇയർ എത്തിയപ്പം യൂണിഫോം മാറി പാൻറ്റും ഷർട്ടും ആയി. ആ ഒരു രൂപത്തിലാണ് ഇപ്പം ഗേൾസിൻ്റെ യൂണിഫോം ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികൾ അത് യൂണിഫോം ചേഞ്ച് ചെയ്യാതെ ചുരിദാറിട്ട് തന്നെ പോയപ്പം ഒരു തവണ പ്രിൻസിപ്പാൾ വിളിച്ചു, നമ്മളെ ഇനി അറ്റൻഡൻസ് തരില്ല എന്ന് പറഞ്ഞു, യൂണിഫോം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം എല്ലാവരും നിർബന്ധിച്ച് വീണ്ടും ആ പാൻറ്റും ഷർട്ടിലോട്ട് തന്നെ മാറിയുണ്ട്. പക്ഷേ ഞാൻ 4th ഇയർ ആയതുകൊണ്ട് ഞാൻ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനോടൊക്കെ പ്രിൻസിപ്പാൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും ചുരിദാറിട്ടാണ് പോകുന്നത്. ഇനി അതായത് പ്രിൻസിപ്പാളിൻ്റെ കണ്ണിൽ പെടാതെയാണ് നടക്കുന്നത്. ഇനിയിപ്പം പ്രിൻസിപ്പാൾ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിർബന്ധമായിട്ട് ആ പാൻറ്റും ഷർട്ട് ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്? അസ്സലാമു അലൈക്കും. സത്യത്തിൽ നമ്മളുടെ ക്യാമ്പസുകളിൽ കുട്ടികൾ അനുഭവിക്കുന്ന വളരെ ഒരു പ്രതിസന്ധിയാണ്, ഒരു പ്രയാസമാണ്. ഇവിടെ ഒരു സഹോദരി ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളെ പ്രതിനിധീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇസ്ലാമിക വേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തായ ക്യാമ്പസിലേക്ക് വന്നാൽ പോലും പ്രയാസം അനുഭവിക്കുന്ന ആൺകുട്ടികളും ധാരാളമായിട്ടുണ്ട്. എനിക്കെന്നെ ഓർമ്മയുണ്ട്, പലപ്പോഴും വളരെ കരഞ്ഞുകൊണ്ട് ഈ പ്രതിസന്ധി അവതരിപ്പിച്ച ആളുകളുണ്ട്. ഒരു മതപരമായ കാര്യമെന്ന നിലക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും എന്നാൽ അത് ക്യാമ്പസിൻ്റെ ഒരു നിയമം അതിനെതിരാവുകയും ചെയ്യുമ്പോൾ എന്തു തീരുമാനമെടുക്കണം എന്ന ഒരു പ്രയാസം പലർക്കും വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാചകത്തിൽ ഉത്തരം അവസാനിപ്പിക്കാൻ പറ്റും, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെതിരായി ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല ഒരു കാര്യത്തിലും. അതോടുകൂടെ അതിൻ്റെ ഉത്തരം തീർന്നു. പക്ഷേ അത്തരം ഒരു ഉത്തരത്തിൽ മാത്രം അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ സഹോദരി അനുഭവിക്കുന്ന മാനസിക പ്രയാസം പരിഹരിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇത് അതിൻ്റെ അടിസ്ഥാന തത്വമാണ്. അള്ളാഹു നമുക്കൊരു നിയമം നിശ്ചയിച്ചു തന്നാൽ
അതിനെതിരായി ഒരാളെയും അനുസരിക്കാൻ